ഹായ് ഡിയേഴ്സ്, ഹോം മെയ്ഡ് കേക്ക്സ് ഡെക്കറേറ്റ് ചെയ്യാൻ ഹോം മെയ്ഡ് ഫ്ലവേഴ്സ് ആയാലോ? അതും ബിസ്ക്കറ്റ് ഫ്ലവേഴ്സ്. നമുക്ക് കുറച്ച് ആരോറൂട്ട് ബിസ്ക്കറ്റ്, ഒരു 6 ആരോറൂട്ട് ബിസ്ക്കറ്റ് എടുത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഇഷ്ടമുള്ള കളർ, നമുക്ക് റെഡോ യെല്ലോ ഏതാച്ചാൽ ആ കളർ ഒഴിച്ച് ഒരല്പം പാലും ഒഴിച്ച് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. ലൂസ് ആവരുത്, ടൈറ്റായി കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിനെ ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈക്വൽ പീസസ് ആക്കാൻ എളുപ്പമായിരിക്കും. ഈക്വൽ പീസസ് ആയി ഡിവൈഡ് ചെയ്ത ശേഷം അതിനെ ഒന്ന് റൗണ്ട് ആക്കിയ ശേഷം ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തില്ലേ, അതുപോലെ പരത്തിയെടുക്കുക. ഇതിനെ ഇനി ഭംഗിയുള്ള ഷേപ്പ് ആക്കണം. ഒരു കുക്കി കട്ടറോ, ഞാനിപ്പോൾ ഒരു കുഞ്ഞു ചോറ്റുപാത്രമാണ് എടുത്തിരിക്കുന്നത്, അതോ വെച്ച് ചന്തമുള്ള റൗണ്ട്സ് ആക്കാം. ഈ റൗണ്ട്സിനെ മേലേക്ക് മേലെ വെക്കണം. ഇതുപോലെ വെച്ച ശേഷം ഒരറ്റത്തുനിന്ന് നമുക്കതിനെ ഫോൾഡ് ചെയ്തിട്ട് വരാം. നല്ല ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത ശേഷം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗവും നമുക്ക് ഫ്ലവർ പോലെ തോന്നും. അതിനപ്പോൾ നമുക്ക് സെൻറ്ററിൽ വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഫ്ലവേഴ്സ് കിട്ടി. ഇനി ഇതിൻ്റെ ഇതിലെല്ലാം നമുക്ക് ഒരു ബ്രഷും എഡിബിൾ കളേഴ്സും വെച്ച് കളർ ചെയ്യാം. മോൾക്ക് ഫ്ലവേഴ്സിൻ്റെ ഭംഗി അത്ര ഇഷ്ടമായില്ല. അവൾ വീണ്ടും ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. കുഞ്ഞു ഫ്ലവേഴ്സാണ് അവൾ ഉണ്ടാക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് പരത്തിയ ശേഷം അവൾ അതിനെ സ്ക്വയർ പീസസ് ആയിട്ടാണ് മുറിക്കുന്നത്. നമ്മളതിനെ റൗണ്ട് ആയിട്ടാണല്ലോ മുറിച്ചത്. അവളൊരു കത്തി ഉപയോഗിച്ച് അതിനെ സ്ക്വയർ പീസസ് ആക്കി മുറിച്ചിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പുള്ള ഇതിലെല്ലാം മാറ്റിയിട്ട് നല്ല ഷാർപ്പ് എഡ്ജസ് ഉള്ള ഇതിലാണ് അതിൽ വരുന്നത്. ഈ സ്ക്വയേഴ്സിനെല്ലാം മീതയ്ക്ക് മീതെ വെച്ച ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ടൈറ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹാഫായി മുറിക്കുമ്പോൾ അഗെയിൻ 2 ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഇത് സ്ക്വയറായി മുറിച്ചത് കൊണ്ട് തന്നെ ഫ്ലവേഴ്സിൻ്റെ എതളിൻ്റെ ഷേപ്പെല്ലാം വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ഭംഗി ഇതാണെന്ന് തോന്നുന്നു. കുഞ്ഞു ഫ്ലവേഴ്സാണ് അവൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ഇത്തിരി വലുതായിപ്പോയി എന്നാണ് പരാതി. നല്ല ഭംഗിയുണ്ട് ഈ ഫ്ലവേഴ്സ്. അപ്പോൾ ഞാൻ ഇത് വെക്കാമെന്ന് വിചാരിക്കുന്നു. സൈഡിലെല്ലാം ഗ്രീൻ കളർ കൊടുത്ത് അവൾ അതിനെ കേക്കിൻ്റെ മേലെ ഫിറ്റ് ചെയ്തു. താങ്ക് യു ഡിയർ.